ലോകരാഷ്ട്രങ്ങളുടെ കണ്ണുകൾ ഇന്നൊരു ദിശയിലേക്ക് മാത്രമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിലേക്ക് അമേരിക്ക മാത്രമാണ് തങ്ങളുടെ ഏക രക്ഷകൻ എന്ന മിഥ്യാധാരണകളെല്ലാം തച്ചുടച്ചുകൊണ്ട് ആ ഭൂമിയിലെ ഏറ്റവും വലിയ കരുത്തൻ ഒരു രാജ്യത്തിന്റെ പേര് ലോകത്തിനു മുന്നിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. റഷ്യയല്ല, ഫ്രാൻസുമല്ല, സാക്ഷാൽ ഇസ്രായേൽ. വെടിയൊച്ചകളും മിസൈൽ വർഷങ്ങളും കൊണ്ട് പശ്ചിമേഷ്യ കത്തുമ്പോൾ ഇറാനുമായുള്ള യുദ്ധസമാനമായ സംഘർഷങ്ങളിൽ ശത്രുക്കൾ വളഞ്ഞു എന്ന് ലോകം വിധിയെഴുതിയ ആ നിർണായക മുഹൂർത്തത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന പുറത്തുവരുന്നത്. മോദി തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ചിന്തിച്ചു നോക്കൂ, ലോക മാധ്യമങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും പിന്തുണ പിൻവലിക്കാൻ മടി കാണിക്കുമ്പോൾ, ഇസ്രായേൽ ഇത്രയും വലിയൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വൻതോതിലുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട്. ഇന്ന് ഇസ്രായേലിന് ഇന്ത്യ ആവശ്യമുണ്ട്. മോദിയുടെ മാസ്റ്റർ ക്ലാസ് നയതന്ത്രത്തെ അവർക്ക് കണ്ണടച്ച് വിശ്വസിച്ചേ മതിയാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ഇസ്രായേൽ ഇന്ത്യയുടെ സൗഹൃദത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്നുവെന്ന വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്ന നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക മാത്രമാണ് തങ്ങളുടെ ഏക സഖ്യകക്ഷി എന്ന ധാരണ തിരുത്തിക്കൊണ്ട് ഇന്ത്യയുമായുള്ള പ്രതിരോധവും സാങ്കേതിക വിദ്യയും വ്യാപാരവും എല്ലാം പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ വൻതോതിലുള്ള നിക്ഷേപങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർണായക സന്ധിയിൽ ഇസ്രായേലിന് ഇന്ത്യയുടെ പിന്തുണയും മോദിയുടെ നയതന്ത്ര സഹായവും വലിയ തോതിൽ ആവശ്യമുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇത്തരം വാക്കുകൾ. ഇറാനുമായുള്ള ഈ കടുത്ത പോരാട്ടത്തിൽ ഇസ്രായേൽ പെട്ടുപോയിരിക്കുകയാണ്. ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് വൻതോതിലുള്ള നിക്ഷേപങ്ങളും നയതന്ത്ര പങ്കാളിത്തവും ഇന്ത്യയുമായി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഇത്രയും വലിയൊരു പ്രസ്താവനയിലൂടെ ഇന്ത്യക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. അമേരിക്ക മാത്രമാണ് തങ്ങളുടെ ഏക സഖ്യകക്ഷി എന്ന മുൻധാരണകളെല്ലാം തിരുത്തി കുറിക്കുന്നതാണ് ഈ പുതിയ നയതന്ത്ര നീക്കങ്ങൾ എന്ന് തന്നെ പറയാം. പ്രതിരോധം, അത്യാധുനിക സാങ്കേതിക വിദ്യ, സുരക്ഷ, വ്യാപാരം തുടങ്ങിയ നിർണായക മേഖലകളിലെല്ലാം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പങ്കാളിത്തം ഇന്ന് പുതിയ ഉയരങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും ആഗോളവേദിയിൽ ശക്തമായ പിന്തുണ നേടാനും ഇസ്രായേൽ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യ പോലുള്ള വൻ ശക്തികളുടെ പിന്തുണ തങ്ങൾക്കൊപ്പമുണ്ടെന്നും ലോകത്തിനു മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയാണ് നെതന്യാഹു ഈ അഭിമുഖത്തിലൂടെ ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇത്രയധികം ഊഷ്മളമായതും തന്ത്രപ്രധാനമായ തലത്തിലേക്ക് വളർന്നതും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഇന്ത്യ നൽകുന്ന ഉറച്ച പിന്തുണ ഇസ്രായേൽ ഭരണകൂടത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സൗഹൃദം വരും കാലങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കാൻ പോകുന്നത്. ഇറാനുമായി യുദ്ധസമാനമായ സംഘർഷങ്ങളും കടുത്ത വെല്ലുവിളികളും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധം വൻതോതിൽ ശക്തമാക്കാൻ ഇസ്രായേൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ സഖ്യങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഒരു വശത്ത് സൈനിക കരുത്ത് തെളിയിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇന്ത്യയെ പോലുള്ള വിശ്വാസയോഗ്യരായ പങ്കാളികളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നത് അവരുടെ നയതന്ത്രത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്കാണ്. വരും കാലങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് ഈ കൂട്ടുകെട്ട് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി സത്യത്തിൽ നിലവിലെ ഈ ഗുരുതര സാഹചര്യത്തിൽ ഇസ്രായേലിന് മറ്റു വൻശക്തി രാജ്യങ്ങളുടെ സഹായം തേടാൻ വലിയ പ്രയാസമൊന്നുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളെയും മറ്റ് പ്രമുഖ പാശ്ചാത്യ ശക്തികളെയും വേണമെങ്കിൽ അവർക്ക് കൂട്ടുപിടിക്കാം. എന്നാൽ അവരെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്രായേൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം നൽകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്.
കാരണം ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്തും സ്വാധീനവും എന്താണെന്ന് ഇസ്രായേൽ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മറ്റു പല പരമ്പരാഗത വൻശക്തി രാജ്യങ്ങളും സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളിലും നയതന്ത്ര ആശയക്കുഴപ്പങ്ങളിലും നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ കൈവരിച്ച തന്ത്രപ്രധാനമായ വളർച്ചയും തീരുമാനങ്ങളും ഒക്കെയുള്ള മികവും ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടതാണ്. മറ്റു രാജ്യങ്ങളെക്കാളും വിശ്വസിക്കാൻ കൊള്ളാവുന്നതും ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതുമായ ഒരേ ഒരു ശക്തി ഇന്ത്യ മാത്രമാണെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് നന്നായി അറിയാം. മറ്റു രാജ്യങ്ങളുടെ പിന്തുണയ്ക്കപ്പുറം ഇന്ത്യയുടെയും മോദിയുടെയും പങ്കാളിത്തത്തിന് അവർ മുൻഗണന നൽകുന്നത് ഇതുകൊണ്ടാണ്. ഇന്ത്യയുടെ വൻശക്തിയായിട്ടുള്ള ഈ വളർച്ചയെ അവർ അത്രത്തോളം ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശൈലി വെച്ച് നോക്കിയാൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഈ നയതന്ത്ര അടുപ്പത്തെ അദ്ദേഹം എങ്ങനെയാകും കാണുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇത്തരം തന്ത്രപ്രധാനമായ സഖ്യങ്ങളെ ഒന്നില്ലെങ്കിൽ അദ്ദേഹം പുച്ഛിച്ച് തള്ളിയേക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ കൂട്ടുപിടിച്ചതിന്റെ പേരിൽ തന്റേതായ രീതിയിൽ സമ്മർദ്ദങ്ങളോ ഭീഷണികളോ മുഴക്കാനും സാധ്യതയുണ്ട്. നിലവാരമില്ലാത്തതും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതുമായ ഇത്തരം പ്രകോപനപരമായ നിലപാടുകൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. നമ്മുടെ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി വളരെ നല്ല സൗഹൃദം പുലർത്തിപ്പോരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ നിലവിൽ ഇസ്രായേലിന് അത്രയധികം സഹായങ്ങളും പിന്തുണയും ആവശ്യമുള്ള ഈ നിർണായക സമയത്ത് അവർ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ലോകവേദികളിൽ ഇന്ത്യ ഇന്ന് തിളങ്ങി നിൽക്കുന്നതും അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വാക്കിനും നിലപാടുകൾക്കും ലഭിക്കുന്ന വിലയും ഇസ്രായേൽ കൃത്യമായി ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെയും ഇന്ത്യയും തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളായി അവർ വിശേഷിപ്പിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ആവശ്യകത മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ മറ്റ് വൻശക്തി രാജ്യങ്ങൾക്ക് നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ആഗോളതലത്തിൽ ഇസ്രായേൽ ഇന്ത്യയുടെ ഈ സഹായവും പിന്തുണയും പ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് തികച്ചും നിർണായകമായ ഒരു ചോദ്യമാണ്. അതിതീവ്രമായ ദീർഘവീക്ഷണത്തോടെ മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാജ്യങ്ങളുമായും ഒരുപോലെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയത്തിന് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ എന്തായാലും നിലപാട് സ്വീകരിക്കുക. ആരെയും പൂർണ്ണമായി പിണക്കാതെ, എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വളരെ കരുതലോടെയുള്ള നയതന്ത്ര സമീപനമായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാലും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ദീർഘവീക്ഷണത്തോടെ ഉള്ള നിലപാടുകൾ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എല്ലാ രാജ്യങ്ങളുമായിട്ടും സൗഹൃദം പുലർത്തുമ്പോൾ തന്നെ സങ്കീർണമായ ആഗോള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെയും പൂർണ്ണമായി പിണക്കാതെ, എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കാൻ ഇന്ത്യ നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. ഇന്ന് ഇസ്രായേൽ ഇന്ത്യയുടെ സഹായം തേടുന്നതും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയെ തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായി വിശേഷിപ്പിക്കുന്നതും ഒരേ സമയം ഇസ്രായേലിന്റെ ആവശ്യകതയും അതേസമയം തന്നെ ആഗോള വേദികളിൽ ഇന്ത്യയുടെ വാക്കിനും നിലപാടുകൾക്കും ലഭിക്കുന്ന വലിയ അംഗീകാരം തന്നെയാണ്. എന്തായാലും ഇന്ത്യയുടെ പുതിയ മാസ്റ്റർ ക്ലാസ് നിലപാട് വരും നാളുകളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും തന്നെയാകും വഴിതെളിക്കുക. ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകൾ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ മാറ്റുന്നത്. എന്തായാലും ഇസ്രായേലിന് ഇപ്പോൾ ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ അത്തരത്തിൽ പക്വതയാർന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.